രമേശ് പിഷാരടി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ട്. എംഎൽഎമാരുടെ സ്റ്റാഫുകളെ വർദ്ധിപ്പിച്ച് കൊടുക്കണമെന്നാണ്. ആ പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. രമേശ് പിഷാരടി ഉന്നയിച്ച ആവശ്യം ന്യായമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എംഎൽഎമാർക്ക് നിലവിൽ 2 സ്റ്റാഫുകളാണ്. അതുകൂടാതെ 1 or 2 സ്റ്റാഫിനെ കൂടെ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവർ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ നമ്മൾ സാധാരണക്കാരെന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കും, എംഎൽഎക്ക് ഒരു 2 സ്റ്റാഫ് കൂടെ പോകുന്നു, കുറേ പണം കൂടെ വേസ്റ്റായി പോകുന്നു, നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മൾ ടാക്സ് അടയ്ക്കുന്നു, നമ്മുടെ പണം പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ആ ആവശ്യം തീർത്തും ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് രമേശ് പിഷാരടിയുടെ പ്രസംഗം ഒന്ന് കേൾക്കാം. നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിച്ച വാക്കുകളൊന്ന് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ശ്രീ രമേശ് പിഷാരടി പുതിയ കേരളമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ആളുകൾ അതിൽ എന്തുമാത്രം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെയുള്ള എല്ലാ എംഎൽഎമാരുടെ ഓഫീസിലും നിയമസഭയിലും ഇപ്പോൾ കാണുന്ന ഈ ഒരു വലിയ തിരക്ക് എന്ന് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുക എന്ന പൊതുപ്രവർത്തകരുടെ ആവശ്യം നടത്തുന്നതിന് അത്യാവശ്യമായ ഒരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സാർ. പുതിയ ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ഇതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ പറ്റി ഞാൻ വെറുതെ ഒരു പഠനം നടത്തി. 1 മാസമാകുന്ന സാഹചര്യത്തിൽ ഞാനൊരു അനലിറ്റിക്സ് എടുത്തു. അത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എംഎൽഎ എന്നുള്ള നിലയിൽ നമ്മൾ 5 കൊല്ലമാണ് ഒരു എംഎൽഎയുടെ ടേം എങ്കിൽ അത് 365 × 5 1825 ദിവസങ്ങളാണ്. ഒരു എംഎൽഎ ഓഫീസിൽ സാധാരണഗതിയിൽ ഒരു 40 നിവേദനങ്ങൾ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. 40 നിവേദനങ്ങൾ. ഈ 40 നിവേദനങ്ങൾ നമ്മൾക്ക് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ഏകദേശം 100 ദിവസമാകുമ്പോൾ ഇതിന്റെ എണ്ണം 4000 എണ്ണമാണ്. ഈ 1825 ദിവസങ്ങൾ എംഎൽഎ ആയിരിക്കുന്ന ഒരാൾക്ക് 100 ദിവസം കൊണ്ട് 4000 നിവേദനങ്ങൾ കിട്ടുന്നുണ്ട്. ഈ 4000 നിവേദനങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ നേരിട്ട് പറയുന്നതും വഴിയിൽ കാണുമ്പോൾ പറയുന്നതും വാട്സപ്പിലൂടെ തരുന്നതും ഇമെയിലിലൂടെ തരുന്നതും ഫോണിലൂടെ വിളിച്ചു പറയുന്നതും എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ 4000 നിവേദനങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്പീഡാക്കി കൊടുക്കുമ്പോഴാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും അത് കേൾക്കാനും എല്ലാം പറ്റുള്ളൂ. ഇവർ പറയുന്നുണ്ട്, ഇവർ എഴുതി തരുന്നുണ്ട്, അവരെ നമ്മൾ കേൾക്കണം. അപ്പൊ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് നമ്മൾക്ക് ഒരാൾക്കുള്ളത് 2 സ്റ്റാഫുകളാണ്. ഇതിൽ ഒരു സ്റ്റാഫിനെ ബഹുഭൂരിപക്ഷം എംഎൽഎമാരും ഡ്രൈവർമാരായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് ഒരു സ്റ്റാഫും കൂടെയാണ്. എംഎൽഎ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കൂടാതെ നടത്തേണ്ടുന്ന പൊതുകാര്യങ്ങൾ, നിയമസഭയിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇത്രയധികം ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, ഇത്രയധികം ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഇൻഡിഗോ ഓഫീസിൽ ചായ കൊടുക്കാൻ പോയി. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ അടുത്ത പാർട്ട് ഇതിന്റെ അവസാന ഭാഗം കേൾപ്പിക്കാം. പഠിച്ചു നോക്കിയപ്പോൾ ഇത്ര 100 ദിവസം കൊണ്ട് 4000 ആകുമ്പോൾ 1800 ദിവസത്തിൽ അത് എത്രയാണ്? അപ്പൊ അതിനെ പരിഗണിക്കാനും അതിനെ വായിക്കാനും കൃത്യമായ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അയക്കാനും പ്രതിഭാശാലിയായിട്ടുള്ള ഒരാളെ നമുക്ക് നിയോഗിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ഓഫീസിലും. അത് എംഎൽഎയുടെ സ്റ്റാഫ് എന്നാണ് പറയുന്നതെങ്കിലും അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ബഹുഭൂരിപക്ഷം എംഎൽഎമാരോട് സംസാരിച്ചപ്പോഴും അവരുടെ ആവശ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭയിൽ അല്ലെങ്കിൽ നിയമസഭാ സാമാജികരായിട്ടുള്ള നമ്മുടെ എംഎൽഎമാർക്ക് നിലവിൽ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞുള്ള ഒരു സ്റ്റാഫ് കഴിഞ്ഞ് 2 സ്റ്റാഫിനെയും കൂടെ വെക്കാൻ പറ്റുള്ളൂ. ആ 2 സ്റ്റാഫിൽ ഒരാൾ ഡ്രൈവറായിരിക്കും, പിന്നെ ഉള്ളത് ഒരാളാണ്. അതായത് ഓഫീസ് കാര്യങ്ങൾ നോക്കാനായിട്ട് അയാൾക്ക് ഒരാളെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെപ്യൂട്ടേഷനുള്ള ആൾ കഴിഞ്ഞിട്ടുള്ളത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു പക്ഷേ നമ്മൾ സാധാരണക്കാരെന്നുള്ള നിലയിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമോ നമ്മുടെ ടാക്സ് എടുത്തു? അതല്ല, ഇത് ഏറ്റവും ആവശ്യമാണ്. അത് വെൽ പ്രസൻറ്റഡ്, ഏറ്റവും നന്നായിട്ട് രമേശ് പിഷാരടി പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ട. അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകാതെ നമ്മൾ തുള്ളുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഒരു എംഎൽഎയെ സംബന്ധിച്ച് 2 or 3 സ്റ്റാഫ് അല്ലെങ്കിൽ എക്സ്ട്രാ കൊടുത്താൽ പോലും തെറ്റില്ല. കാരണം അവരാണ് ഡയറക്റ്റ്ലി ജനങ്ങളുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്തിരിക്കുന്നതും ജനങ്ങളുടെ ഫസ്റ്റ് പോയിൻറ്റും. ഗവൺമെൻറ്റിലേക്ക് പോകണമെങ്കിൽ ഒരു പഞ്ചായത്തിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരെ ഗവൺമെൻറ്റിലേക്ക് പോകണമെങ്കിൽ അവർ ഫസ്റ്റ് വരുന്ന എംഎൽഎയിലേക്കാണ്. ഈ എംഎൽഎയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നോക്കേണ്ട സാഹചര്യമുണ്ട്. കല്യാണം കൂടണം, മരണം കൂടണം, ഇതൊക്കെ അത്യാവശ്യമാണെന്ന് വെച്ചാൽ ഇത് പേപ്പർ ചെയ്തില്ലെങ്കിൽ ഇത് കൂടിയാലേ വോട്ട് കിട്ടുകയുള്ളത്. അവർക്ക് അടുത്ത വട്ടം ജയിക്കണ്ടേ. ഇതുകൂടാതെ നിയമസഭാ സമ്മേളനങ്ങൾക്ക് പോകണം, ബാക്കി പാർട്ടി പരിപാടികൾക്ക് പോകണം, അതുകൂടാതെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടണം. അപ്പോൾ ഇതുകൂടാതെ ഇവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാളെ ഓടും. ഈ ഒരാളെ കൊണ്ട് ഇത് മൊത്തം റൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. രമേശ് പിഷാരടി പറഞ്ഞ പോലെ ഒരു ദിവസം 40 പരാതി, ഒരു ദിവസം 40 പരാതിയൊന്നും അല്ലെന്നേ. ഈ പറയുന്ന മൊബൈലിലും ഇതുമെല്ലാം കൂടെ കൂട്ടി 60-70 പരാതിയൊക്കെ ഒരു എംഎൽഎക്ക് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ നോക്കണം ഒരു 100 ദിവസം കൊണ്ട് 6000 പരാതി വരുന്നത്. അപ്പോൾ ഈ എംഎൽഎക്കായാലും ഈ ഒരു സ്റ്റാഫിനായാലും ഈ 6000ത്തിലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റത്തില്ല. പിന്നെ വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞ് 2 തട്ട് തട്ടിയിട്ട് വിടാം.
അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കൃത്യമായിട്ട് കൂടുതൽ സ്റ്റാഫിനെ അനുവദിക്കേണ്ടത് ഒരത്യാവശ്യമാണ്. നേരെ 20-25 സ്റ്റാഫ് തന്നെ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതിന് വേണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ വെക്കാം കേട്ടോ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചിട്ടായാൽ പോലും MLA-മാർക്ക് സ്റ്റാഫിനെ എക്സ്ട്രാ കൊടുക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിങ്ങിന് ആവശ്യമാണ്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമാണ്. ഇതിനകത്ത് രമേശ് പിഷാരടി നമ്മൾ നിയമസഭയിലോട്ട് പോയപ്പോൾ ഞാൻ ചിന്തിച്ച് ഇയാൾ അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇയാൾ ടോട്ടൽ ഫെയിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് ഒരു സിനിമാടത്തെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെയുള്ള. പക്ഷേ രമേശ് പിഷാരടി പെർഫോം ചെയ്യുന്നത് നല്ല, അദ്ദേഹത്തിന് രണ്ട് പ്രസംഗം പറ്റും ഞാൻ കേട്ടു. ആ രണ്ടും ക്ലിയർ ആയിരുന്നു. ഒന്ന് ക്ലിയർ പൊളിറ്റിക്കൽ പ്രസംഗമായിരുന്നു, രണ്ട് ജനങ്ങളുടെ ആവശ്യമായിരുന്നു. ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിയമസഭാ സാമാജികരുടെ ആവശ്യമാണെങ്കിൽ പോലും അത് ജനങ്ങളുടെ ആവശ്യമായിരുന്നു.